Hi friends, സാപ്പിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് പലരും കമന്റ് ബോക്സിൽ കുറേ സിനിമകളുടെ റിലീസ് ഡേറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ബസൂക്ക, ഡൊമിനിക്, ആലപ്പുഴ ജിംഖാന ഈ സിനിമകളുടെയൊക്കെ റിലീസ് എന്നാന്നുള്ളത് പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ആലപ്പുഴ ജിംഖാനയാണ്. നമ്മുടെ ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത് ഖാലിദ് റഹ്മാനും ശശീന്ദ്രൻ ചേർന്ന് എഴുതി നമ്മുടെ നസ്ലൻ, ലുക്മാൻ, ഗണപതി, സന്ദീപ് പ്രദീപ്, അനഘ രവി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു സ്പോർട്സ് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ആലപ്പുഴ ജിംഖാന എന്ന സിനിമ. തിയേറ്ററിൽ ഒരു വൻ വിജയം കരസ്ഥമാക്കിയ സിനിമയാണ് ആലപ്പുഴ ജിംഖാന എന്ന ഈ ഒരു സിനിമ. ഈ സിനിമ ജൂൺ മാസം 5-ാം തീയതി OTT റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞൊരു അപ്ഡേറ്റ് പുറത്തു വന്നിരുന്നു. പക്ഷേ അതൊരു അൺഒഫീഷ്യൽ റിപ്പോർട്ടായിരുന്നു, ഫേക്ക് ന്യൂസ് ആയിരുന്നു എന്നുള്ളതാണ്. സോണി ലീവാണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. ആമസോൺ പ്രൈം എന്ന് ആദ്യം പറഞ്ഞിരുന്നു. പക്ഷേ സോണി ലീവാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ആലപ്പുഴ ജിംഖാനയുടെ OTT റൈറ്റ്സ് വാങ്ങിയിട്ടുള്ളത് സോണി ലീവാണ്. ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് ഒരു ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിരിക്കുകയാണ്. ജൂൺ മാസം 13-ാം തീയതി ഈ ഒരു സിനിമ സോണി ലീവ് വഴി ആലപ്പുഴ ജിംഖാന അറിയ സിനിമ സോണി ലീവ് വഴി റിലീസ് ചെയ്യുന്നതായിരിക്കും അപ്ഡേറ്റ് ആണ് അവർ പുറത്തുവിട്ടിട്ടുള്ളത്. എന്തായാലും സോണി ലീവിൽ ആയതുകൊണ്ട് ജൂൺ മാസം 13-ന് അവർ റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ടെങ്കിലും ജൂൺ മാസം 12-ാം തീയതി വൈകുന്നേരത്തോടു കൂടി ഈ സിനിമ ആലപ്പുഴ ജിംഖാന അറിയ സിനിമ സോണി ലീവിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും. മലയാളം ഭാഷ കൂടാതെ മറ്റു ഭാഷകളിലും തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലും ഈ ഒരു സിനിമ സോണി ലീവിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. ജൂൺ മാസം 12-ാം തീയതി വൈകിട്ട് റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്ത സിനിമ എന്നുള്ളത് ബസൂക്ക എന്ന സിനിമയാണ്. നമ്മുടെ മമ്മൂക്ക പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഡിനോ ഡെന്നീസിൻ്റെ ആദ്യ സംവിധാന സംരംഭമായിരുന്നു. ഗൗതം വാസുദേവ മേനോനും നമ്മുടെ മമ്മൂക്കയായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരു ആക്ഷൻ ഗെയിം ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. നമ്മുടെ ആലപ്പുഴ ജിംഖാനയോടൊപ്പം റിലീസ് ചെയ്ത സിനിമയായിരുന്നു ബസൂക്ക എന്ന് പറയുന്ന സിനിമ. പക്ഷേ ബസൂക്കയെ മലർത്തി അടിച്ചുകൊണ്ടാണ് ആലപ്പുഴ ജിംഖാന ബ്ലോക്ക് ബസ്റ്റർ ആയതെന്നുള്ളതാണ്. അപ്പം ബസൂക്കയുടെ റിലീസ് OTT റിലീസ് എന്ന് റിലീസ് ചെയ്യുന്നുള്ള പലരും കമന്റ് ബോക്സ് ചോദിക്കാറുണ്ടായിരുന്നു. C5 ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയുള്ള അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിലും ജൂൺ മാസം 6-ാം തീയതി ഈ സിനിമ OTT റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റ് ഒരു അൺഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വന്നിരുന്നു. പക്ഷേ ജൂൺ മാസം 6 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 8-ാം തീയതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോഴും ഈ സിനിമ റിലീസ് ചെയ്തിട്ടില്ല. എവിടെ പോയി എന്നൊരു ഒരു ഐഡിയ ഇല്ലാന്ന് തന്നെ പറയാം. ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റോ ഒരു ഒഫീഷ്യൽ റിപ്പോർട്ടുകളോ കാര്യങ്ങളൊന്നും ആരും പുറത്തുവിട്ടിട്ടില്ല. എന്ന് റിലീസ് ചെയ്യുന്ന, എപ്പോൾ റിലീസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. അപ്പം ബസൂക്ക എന്ന സിനിമ C5 എന്ന് വരും എന്നുള്ളത് എന്തായാലും കാത്തിരുന്ന് കാണാം നമുക്ക്. C5 തന്നെയാണോ ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളതിലും ഒരു കൃത്യത വന്നിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ്. അടുത്തത് നമ്മുടെ മമ്മൂക്കയുടെ സിനിമ തന്നെയാണ്. ഗൗതം വാസുദേവൻ സംവിധാനം ചെയ്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു. മമ്മൂക്കയും ഗോകുൽ സുരേഷൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമ. ഈ സിനിമയുടെയും ഒരു അഡ്രസ്സും ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ശരിക്കും തിയേറ്ററിൽ ഒരു ഏവറേജ് വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. നല്ല അഭിപ്രായം നേടിയിട്ടും ഒരു ഏവറേജ് വിജയമേ ഈ സിനിമയെ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളൂ. എന്നിട്ടും ഈ സിനിമ ഇതുവരെ ഒരു OTT പ്ലാറ്റ്ഫോമും വാങ്ങിയിട്ടില്ല എന്നുള്ളത് ഒരു സങ്കടകരമായ കാര്യമാണ്. ഇതിലും ഇതിലും എത്രയോ മോശം സിനിമകൾ ഇപ്പോഴും OTTയിൽ വരുന്നത്. അതായത് ധ്യാൻ ശ്രീനിവാസൻ്റെയൊക്കെ സിനിമകൾ ചറപറ തിയേറ്റർ റിലീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ OTT റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ മമ്മൂക്കയുടെ ഈ 2 സിനിമകളും എവിടെ പോയി എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല എന്നുള്ളതാണ്. എന്തായാലും പലരും കാത്തിരിക്കുന്ന 2 സിനിമകളാണ് ബസൂക്കയും ഡൊമിനിക്കും എന്ന് പറയുന്നത്. ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമ എന്തായാലും ഈ മാസം തന്നെ ഈ സിനിമയുടെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വരും. ഈ മാസം തന്നെ റിലീസ് ചെയ്യുന്നത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 3 സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്, ഈ സിനിമകൾക്കൊക്കെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.